നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കിയ ആവേശം അത് കെട്ടടങ്ങുന്നതിന് മുൻപേ ഇപ്പോൾ കോൺഗ്രസിൽ വലിയ കലാപം തുടങ്ങി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് ഇത്ര വലിയ പോരിന് കോൺഗ്രസിൽ കളമൊരുക്കിയത്. കഴിഞ്ഞ കുറേ കാലമായി KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ മാനസികമായി ഏറെ അകലെയാണ്. ഒരിക്കൽ ഒരു മാധ്യമ സമ്മേളനത്തിന് തൊട്ടു മുൻപ് സതീശനും സുധാകരനും തമ്മിലുള്ള വാക്പോര് അത് നമ്മൾ കണ്ടതാണല്ലോ. അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. സുഹൃത്തുക്കളോട് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവനേതാക്കളെ ഒപ്പം ചേർത്ത് VD സതീശൻ ഒരു പോർമുഖം തുറന്നിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ. പിന്നീട് നിരവധി യുവനേതാക്കളെ തൻ്റെ പാളയത്തിലെത്തിക്കാൻ VD സതീശന് കഴിഞ്ഞു. സതീശൻ്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന് തൻ്റെ സ്ഥാനം വ്യക്തമാക്കി നിലനിർത്തുക. അതിലപ്പുറം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുമ്പോൾ മുഖ്യമന്ത്രി കസേരയിലിരിക്കുക. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട് കേരളത്തിൽ. രമേശ് ചെന്നിത്തലയും ശശി തരൂരുമൊക്കെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നു. സാക്ഷാൽ KC വേണുഗോപാലിനും ചില മുഖ്യമന്ത്രി മോഹങ്ങളുണ്ട്. VD സതീശനെ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കൊണ്ടുവന്നതും പിന്നീട് സതീശന് വേണ്ട കരുത്തു പകർന്നതും സാക്ഷാൽ KC വേണുഗോപാൽ തന്നെയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി മോഹം ഉള്ളിൽ മുളച്ചതോടെ KC വേണുഗോപാലും സതീശനും തമ്മിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. KPCC അധ്യക്ഷൻ K സുധാകരനോട് സ്ഥാനമൊഴിയാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു എന്ന വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിൽ പരന്നത്. ഇതോടെ K സുധാകരൻ കളത്തിലിറങ്ങി. അങ്ങനെയൊരു നിർദ്ദേശം തനിക്ക് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചില്ല എന്ന് സുധാകരൻ തീർത്തു പറഞ്ഞു. KPCCയെ നയിക്കാൻ ഇപ്പോഴും സുധാകരന് ആരോഗ്യമുണ്ട് എന്ന് K മുരളീധരൻ തിരിച്ചടിച്ചു. സുധാകരനെ മാറ്റരുത് എന്ന് പരസ്യമായി വാദിക്കുന്നവരിൽ പലരും രഹസ്യമായി K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ചരടുകൾ വലിക്കുന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തൊട്ടു മുന്നിൽ നിൽക്കുമ്പോൾ ടീം KPCCയിൽ ഒരു മാറ്റം വേണമെന്നാണ് ചിലരുടെ വാദം. എന്നാൽ പാർട്ടിക്കുള്ളിൽ ഇത് തുറന്ന് ചർച്ച ചെയ്യാൻ പലർക്കും ഭയമാണ്. ദേശീയ നേതൃത്വം നടത്തുന്ന ഏതിടപെടലുകളും തന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന വ്യാഖ്യാനമുണ്ടാകും എന്ന് KC വേണുഗോപാൽ ഭയക്കുന്നു. അതുകൊണ്ട് KCയും സൂക്ഷ്മതയോടെയാണ് കരുക്കൾ നീക്കുന്നത്. രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കളുടെ ഫോർമുല വ്യക്തമാണ്. KPCC അധ്യക്ഷനെ മാറ്റുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അടക്കം മാറ്റണമെന്നാണ് രമേശ് ചെന്നിത്തലയെപ്പോലുള്ളവർ പറയുന്നത്. പാർട്ടിക്ക് ഊർജം പകരുന്ന ഗ്രൂപ്പില്ലാത്ത പുതുതലമുറയെ KPCCയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്ന വാദം പാർട്ടിയിൽ ശക്തമാകുന്നു. ഇതിനു പിന്നിൽ VD സതീശന്റെ രഹസ്യ നീക്കങ്ങളാണ് എന്ന് പകൽ പോലെ വ്യക്തം. സംസ്ഥാന കോൺഗ്രസിൽ ഒരു സമ്പൂർണ്ണ ഉടച്ചുവാർക്കലിന് ഹൈക്കമാൻഡ് ശ്രമം തുടങ്ങി എന്ന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിൽ വാർത്ത പരന്നു. കോൺഗ്രസ് തലപ്പത്ത് യുവരക്തങ്ങളെ അടക്കം കൊണ്ടുവരാനാണ് പാർട്ടി ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സുധാകരന് പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഹൈക്കമാൻഡ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ നിറഞ്ഞിരുന്നു. എന്നാൽ KPCCയിൽ നിലവിലുള്ള ഒഴിവുകൾ ഉടനടി നികത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് സുധാകരൻ പറഞ്ഞു. ആരോഗ്യവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. KPCC അധ്യക്ഷ പദവി മാറ്റവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ചർച്ചകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് സുധാകരൻ തുറന്നടിച്ചു. കോൺഗ്രസിൽ സമ്പൂർണ്ണ പുനഃസംഘടന എന്ന ആശയമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കളുമൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ KPCC പ്രസിഡന്റായി കൂടുതൽ ഊർജ്ജസ്വലനായ ഒരു നേതാവിനെയാണ് വേണ്ടത് എന്ന് സതീശൻ ക്യാമ്പ് വാദിക്കുന്നു. കുറച്ചുകാലമായി കോൺഗ്രസ് യുവാക്കളെ അവഗണിക്കുന്ന സമീപനമാണ് വച്ചു പുലർത്തുന്നത്. ഇവിടെയാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന മാധ്യമം ചില ഫോർമുലകളുമായി ഇക്കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. KPCC അധ്യക്ഷൻ K സുധാകരനെ മാറ്റി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന ഫോർമുലയാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് മുന്നോട്ട് വച്ചത്. ഇക്കാര്യം കോൺഗ്രസ് നേതാക്കളെ സഭാ നേതൃത്വം അറിയിച്ചുവെന്നും കണ്ണൂർ മുൻ DCC പ്രസിഡന്റും MLAയുമായ സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷനാക്കാൻ ചരടുവലികൾ തുടങ്ങിയെന്നും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്രിസ്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ കഴിഞ്ഞ കുറേക്കാലമായി സംസ്ഥാനത്തെ കോൺഗ്രസുമായി തികഞ്ഞ അകൽച്ചയിലാണ്. മുൻപ് AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് കോൺഗ്രസ് പാർട്ടിയിൽ കൂടുതൽ സ്വാധീനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല.
സഭകൾ ഇക്കാര്യം പലതവണ നേതൃത്വത്തെ അറിയിച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മാർ പാംപ്ലാനിയാണ് ഇതിനിടയിൽ സണ്ണി ജോസഫിന് വേണ്ടി ചില ചരടുവലികൾ നടത്തിയത്. എന്നാൽ ജോസഫ് വാഴക്കിൻ്റെയും ബെന്നി ബെഹനാൻ്റെയും ഒക്കെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു. യാക്കോബായ സഭാ വിഷയത്തിൽ ചില നിലപാടുകളെടുത്ത ബെന്നി ബെഹനാന് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ ചില എതിർപ്പുകൾ ശക്തമാണ്. അതുകൊണ്ട് നറുക്ക് ആർക്കു വീഴുമെന്ന് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ ക്രിസ്ത്യൻ സഭയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ. മുനമ്പം പ്രശ്നം കത്തിയാളുന്ന വേളയിൽ സഭ ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് ഏറെ അകലെ നിൽക്കുന്നു എന്ന് തോന്നൽ പൊതുവെ കോൺഗ്രസ് പ്രവർത്തകരിലുണ്ട്. മറുവശത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു വന്നാൽ അതിൽ മുഖ്യസ്ഥാനം വഹിക്കുക മുസ്ലിം ലീഗ് തന്നെയാവും. ഇത് കത്തോലിക്ക സഭയെയും മറ്റിതര വിഭാഗങ്ങളെയും ഒക്കെ കൂടുതൽ അസ്വസ്ഥരാക്കും. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ നോമിനിയെ കൊണ്ടുവരണം എന്ന് ഇക്കൂട്ടർ വാദിക്കുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ക്രിസ്ത്യൻ നോമിനി വരുന്നതാണ് നല്ലത് എന്ന് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന തൻ്റെ സ്ഥാനം നിലനിർത്താനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി കസേരയിലിരിക്കാനും അത് തന്നെ സഹായിക്കുമെന്ന് VD സതീശൻ കണക്കുകൂട്ടുന്നു. സഭാ അധികാരികളുമായി നല്ല ബന്ധം പുലർത്തുന്നയാളാണ് സണ്ണി ജോസഫ്. സമാനമാണ് ജോസഫ് വാഴക്കിൻ്റെ സാഹചര്യങ്ങളും. ബെന്നി ബെഹനാൻ ഏറെ മുന്നിലാണ് എങ്കിലും സഭയിലുണ്ടാക്കിയ ചില അസ്വസ്ഥതകളാണ് അദ്ദേഹത്തിന് തടസ്സം നിൽക്കുന്നത്. സണ്ണി ജോസഫ് ആകട്ടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഗുഡ് ബുക്കിൽ ഇടം നേടിയയാൾ. VD സതീശനെ സജീവ കോൺഗ്രസ് പ്രവർത്തനങ്ങളിലേക്ക് കൈപിടിച്ചു വളർത്തിയ വ്യക്തിയാണ് ജോസഫ് വാഴക്കൻ. സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന സണ്ണി ജോസഫിന് ഏതാണ്ട് എല്ലാ കത്തോലിക്ക ബിഷപ്പുമാരുടെയും പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് സണ്ണി ജോസഫ് പക്ഷം പറയുന്നു. കോൺഗ്രസ് പുനഃസംഘടനാ വേളയിൽ കത്തോലിക്ക സമുദായത്തിന് അർഹമായ പ്രാതിനിധ്യം ഉറപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്ന് സഭാ നേതൃത്വം പറയുന്നു. അകന്നു നിൽക്കുന്ന ക്രൈസ്തവ സഭകളെ പാർട്ടിയോട് അടുപ്പിക്കാനാണ് ഇപ്പോൾ സഭകളുടെ ഈ നിർദ്ദേശം. സുധാകരന് പകരം ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ പരിഗണിക്കണോ എന്നതും ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഈഴവ സമുദായം BJPയോട് അടുക്കുന്നത് തടയുക എന്ന് ലക്ഷ്യമിട്ട് സമുദായത്തിൽ നിന്ന് തന്നെ ഒരാളെ നേതൃസ്ഥാനത്ത് അവരോധിക്കണമെന്നാണ് ഇത്തരമൊരു വാദം ഉയർത്തുന്നവരുടെ പ്രധാന ആവശ്യം. അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നു. ക്രൈസ്തവ നേതാക്കളായ MP മാരായ ആന്റോ ആന്റണി, ബെന്നി ബെഹനാൻ, റോജി ജോൺ MLA, ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള അടൂർ പ്രകാശ് MP, SC/ST വിഭാഗത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവരുടെ പേരുകളൊക്കെ അതത് ക്യാമ്പുകൾ ഉയർത്തുന്നു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം ആവശ്യമില്ല എന്ന് ശശി തരൂർ തീർത്തു പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടി. ഉപതെരഞ്ഞെടുപ്പുകളിലും സീറ്റ് നിലനിർത്തി. K സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ശശി തരൂരിൻ്റെ വാക്കുകൾ വ്യക്തമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്ന ശശി തരൂർ മാറുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ച് മാറട്ടെ എന്ന നിലപാടിലാണ്. KPCC പുനഃസംഘടനയിൽ അധ്യക്ഷനെ മാറ്റണോ എന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ വലിയ തർക്കങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. K സുധാകരനെ അടക്കം മാറ്റി അടിമുടി അഴിച്ചുപണി വേണമെന്നതാണ് ഒരു വിഭാഗത്തിന്റെ ശക്തമായ ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് K സുധാകരനെ മാറ്റാനുള്ള MP മാരുടെ അടക്കം നീക്കങ്ങൾക്കൊപ്പമായിരുന്നു നേരത്തെ VD സതീശൻ. പക്ഷേ ഇപ്പോൾ സ്വന്തം നിലയ്ക്കുള്ള ശ്രമത്തിനില്ല സതീശൻ. എല്ലാം ദില്ലി തീരുമാനിക്കട്ടെ എന്ന് സതീശൻ പറയുന്നു. കണ്ണൂരിലെ സുധാകരന്റെ ജയവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടി മുന്നേറ്റവുമൊക്കെ KPCC അധ്യക്ഷന്റെ കരുത്തുകൂട്ടി. ഇനി KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ബലമായി മാറ്റിയാൽ സുധാകരൻ എന്തും ചെയ്യും എന്ന നിലപാടിലാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പുകാർ. ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിയിടും. ഇതിനിടയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ ചൊല്ലി വലിയ വിവാദങ്ങളുമായി ചാണ്ടി ഉമ്മൻ ഇറങ്ങിത്തിരിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്കൊഴിച്ച് എല്ലാവർക്കും പാർട്ടി ചുമതല നൽകിയെന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. ഒഴിവാക്കാൻ എന്താണ് കാരണമെന്നറിയില്ല. അന്ന് പറയേണ്ട എന്ന് കരുതിയിരുന്നു. ഇപ്പോഴും കൂടുതലൊന്നും പറയുന്നില്ല. പ്രചരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയത് എന്ന് ചാണ്ടി വ്യക്തമാക്കുന്നു. എന്നാൽ എന്തുകൊണ്ട് പാലക്കാട് പ്രചരണത്തിന് പോയില്ല എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് പ്രചാരണ ചുമതല ഏൽപ്പിക്കാതെ എങ്ങനെ പോകാൻ കഴിയുമെന്നാണ് ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നത്. ചാണ്ടി ഉമ്മന് ചുമതല നൽകിയില്ലെങ്കിൽ അക്കാര്യം അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിച്ചു. എന്നാൽ പരസ്യപ്രതികരണം ഒഴിവാക്കാമായിരുന്നു ചാണ്ടി ഉമ്മന്. എതിരഭിപ്രായങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ച് സമൂഹത്തിന് മുന്നിൽ ചെറുതായി പോകരുത് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി.
നേരത്തെ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൽ സജീവമായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ വി.ഡി. സതീശൻ ക്യാമ്പിലാണ്. പഴയ ഉമ്മൻചാണ്ടിയിലെ എ ഗ്രൂപ്പുകാരിൽ ചിലരൊക്കെ ചാണ്ടി ഉമ്മന് പിന്തുണ നൽകുന്നുണ്ട്. എ ഗ്രൂപ്പിന്റെ അവശേഷിക്കുന്ന നേതൃത്വം ഇപ്പോൾ ബെന്നി ബെഹനാന്റെ കയ്യിലാണ്. എന്നാൽ ഇതൊട്ട് ഭദ്രവുമല്ല. നേരത്തെ എ ഗ്രൂപ്പിൽ സജീവമായിരുന്ന എം.കെ. രാഘവൻ അടക്കമുള്ളവർ ഇപ്പോൾ ശശി തരൂർ ക്യാമ്പിലെത്തി നിൽക്കുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വ്യാപകമായി പൊളിഞ്ഞടുങ്ങിയ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള ഗ്രൂപ്പ് പോര് ഇപ്പോൾ ശക്തമാകുന്നു. ചാണ്ടി ഉമ്മൻ എം.എൽ.എയെ പിന്തുണച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത കെ.പി.സി.സി അംഗം JS അഖിലിനെ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. മാധ്യമ വിഭാഗം ചുമതലയുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസാണ് കെ.പി.സി.സി വക്താക്കളുടെ ഗ്രൂപ്പിൽ നിന്ന് അഖിലിനെ പുറത്താക്കിയത്. കോൺഗ്രസ് മാധ്യമ വക്താവ് സ്ഥാനത്ത് നിന്നും അഖിലിനെ മാറ്റി. ചാനൽ ചർച്ചയിൽ ചാണ്ടി ഉമ്മനെ പിന്തുണച്ച് പങ്കെടുത്തു എന്നതിന്റെ പേരിലാണ് അഖിലിനെതിരെ നടപടി. കെ.പി.സി.സി മാധ്യമ വിഭാഗത്തിന്റെ അനുമതിയില്ലാതെയാണ് അഖിൽ ചർച്ചയ്ക്കെത്തിയതത്രേ. ചാണ്ടി ഉമ്മന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കാനായിരുന്നു മാധ്യമ വിഭാഗത്തിന്റെ തീരുമാനം. എന്നാൽ JS അഖിലിനോട് വിശദീകരണം തേടും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. താൻ പറഞ്ഞ ചെറിയ വിഷമത്തെ ഊതിപ്പെരിപ്പിച്ച് ഇല്ലാത്തൊരു ലഹള ഉണ്ടാക്കിയെടുക്കരുത് എന്ന് കോൺഗ്രസ് നേതാവ് ചാണ്ടി ഉമ്മൻ പറയുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചാണ്ടി ഉമ്മൻ കേരളത്തിലില്ലായിരുന്നു, വിദേശങ്ങളിലൊക്കെ കറങ്ങി നടക്കുകയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയ ഇപ്പോൾ ആക്രോശിക്കുകയാണ്. പാർട്ടിക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും താൻ ഒന്നും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ അവഗണിച്ചതായി ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 ഇടങ്ങളിലും തനിക്ക് ഒരു ചുമതല പോലും നൽകിയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞതിന്റെ അറ്റം പിടിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല. ചില വിഷമങ്ങൾ ചിലർക്കുണ്ടാകില്ലേ, അതിനെ പർവ്വതീകരിച്ച് എന്തോ വലിയ നിലപാടെടുത്തു എന്ന തരത്തിൽ പറയുന്നത് ശരിയാണോ? പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? ചാണ്ടി ഉമ്മന്റെ വിശദീകരണം കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ചാണ്ടി ഉമ്മൻ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പ്രസ്താവന പൂർണ്ണമായും അപക്വമായി പോയി. മറുവശത്ത് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് ശക്തിയായി കത്തിയാളുകയാണ്. ഭരണം മുന്നിൽ വന്ന് കൈകാട്ടി വിളിക്കുമ്പോൾ ഇങ്ങനെ പോരുണ്ടാക്കാതിരിക്കാൻ കോൺഗ്രസ് മറ്റു പ്രസ്ഥാനമൊന്നുമല്ലല്ലോ. ഇനി നേതാക്കൾ തമ്മിലടിക്കും, ഗ്രൂപ്പ് പോര് ശക്തമാകും. അതാണ് കോൺഗ്രസിന്റെ ഒരു രീതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.